Hi everyone, welcome back to the Playing 11. So Sunday special football week. So Harish is joining today. Harish, welcome to the show. ഹായ് ഹലോ ഹുദ, Hi. എങ്ങനെയുണ്ടായിരുന്നു ലാസ്റ്റ് വീക്ക് ചാമ്പ്യൻസ് ലീഗ്? നല്ല മാച്ചസ് ആയിരുന്നു. നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ലൈക്ക് അതെ 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 നമ്മളെ പ്രഡിക്റ്റ് ചെയ്ത അതേപോലെ തന്നെ പല കാര്യങ്ങളും നടന്നുവെങ്കിലും ചില ടീംസ് എല്ലാം നല്ലൊരു ഫൈറ്റ് കാഴ്ചവെച്ചു. നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാളും നല്ല ചില ടീം നല്ല ഫൈറ്റ് കാഴ്ചവെച്ചു. സോ ഫസ്റ്റ് അതെ. കളിയിലോട്ട് നമുക്ക് പോവാം. അല്ലെ നിന്റെ അസംഷൻ എന്തൊക്കെയായിരുന്നു കളിയുടെ? ആക്ച്വലി ഞാൻ ഫസ്റ്റ് എന്താ പറയാ, നമ്മളന്ന് ഡിസ്കസ് ചെയ്ത ഏകദേശം റിസൾട്ടുകളെല്ലാം ഫേവർ ആയിരുന്നു എങ്കിലും, പക്ഷെ ആ റിസൾട്ടിലേക്ക് എത്തിയ വേ ഇറ്റ് വാസ് എൻറ്റയർലി ഡിഫറെന്റ് ഫോർ ഓൾ ദ മാച്ചസ്. അത് തന്നെയാണ് ഈ ഫുട്ബോളിന്റെ അൺപ്രഡിക്റ്റബിലിറ്റി ആൻഡ് ബ്യൂട്ടി. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ആയിരുന്നു ഇപ്പൊ ഫസ്റ്റ് ലെഗ് കഴിഞ്ഞു പോയത്. ഫസ്റ്റ് ലെഗിന്റെ എൻഡില് ചില ടീമുകൾ ഓൾമോസ്റ്റ് ക്വാർട്ടറിലേക്ക് ഉള്ള പ്രവേശനം ഉറപ്പാക്കി കഴിഞ്ഞു. ബട്ട് ചില മാച്ചസ് ഇനിയും ഡിസൈഡർ ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. സോ അത് ഈ വീക്കിലെ സെക്കൻഡ് ലെഗിന് ഇനിയും ഇൻട്രസ്റ്റിംഗ് ആക്കി മാറ്റാൻ ഉള്ള മാച്ചസ് തന്നെയാണ്. വളരെ രണ്ടോ മൂന്നോ മാച്ചസ് മാത്രം ദ ടൈ ഹാസ് കം ടു എൻ എൻഡ് ഓൾറെഡി. ലൈക്ക് ആസ്റ്റൺ വില്ല മാച്ച് വേണമെങ്കിൽ പറയാം, ആർസണൽ മാച്ച് വേണമെങ്കിൽ പറയാം. ബാക്കി എല്ലാ മാച്ചസ് ഏകദേശം സ്റ്റിൽ അലൈവ് ആണ്. രണ്ട് ഓപ്പോണൻസിനും തിരിച്ചു പിടിക്കാനുള്ള ചാൻസസ് എല്ലാം ഉണ്ട്. ഓഫ്കോഴ്സ് ബയൺ മാച്ച് ഓൾസോ ഫോർ മീ ഇറ്റ് ഇസ് ഓൾമോസ്റ്റ് ഡൺ. ബാക്കി എല്ലാ മാച്ചസും സ്റ്റിൽ ദ ഫൈറ്റ് ഇസ് അലൈവ്. സോ ലെറ്റ് സ്റ്റാർട്ട് ബൈ ലുക്കിംഗ് വൺ ബൈ വൺ. ഓക്കെ. സോ ക്ലബ് ബ്രഡ്ജ് ആസ്റ്റൺ വില്ല കളിയായിരുന്നു ഫസ്റ്റ് നടന്നത്. സോ നമ്മൾ പ്രതീക്ഷിച്ചു ആസ്റ്റൺ വില്ല, നമ്മൾ പറഞ്ഞ പോലെ തന്നെ ആസ്റ്റൺ വില്ല ഇപ്പൊ കറണ്ട് ഫോം വെച്ചാണെങ്കിൽ അവര് വളരെ അഹെഡ് ആണ് ക്ലബ് ബ്രഡ്ജ് ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത്. അതെ അതുപോലെ തന്നെ ഒരു 3-1 വിക്ടറി അതെ ആസ്റ്റൺ വില്ല സ്വന്തമാക്കി. സോ എന്തായിരുന്നു ആ കളിയുടെ ഒരു സമ്മറി അല്ലെങ്കിൽ? അതെ, നമ്മള് ക്ലബ് ബർഗില് പ്രതീക്ഷിച്ചിരുന്നത് എന്താ വെച്ചാൽ, ക്ലബ് ബർഗിന്റെ ലാസ്റ്റ് ഒരു ക്വാർട്ടർ പിന്നെ നമുക്ക് ഭയങ്കര പോസിറ്റീവ് ആയിരുന്നു നമ്മൾ പറഞ്ഞു വെച്ചിരുന്നായിരുന്നു. പക്ഷെ ആ ഒരു എക്സ്പീരിയൻസോ ഒന്നും ആ മാച്ചിൽ അത്രയ്ക്ക് കണ്ടില്ല. മാച്ച് ഫ്രം ദ ബിഗിനിങ് തന്നെ വില്ലയുടെ കയ്യിൽ പോയിരുന്നു. ഇത്രയ്ക്കും ക്ലബ് ബർഗിന്റെ ഹോം മാച്ച് ആയിരുന്നു. എന്നിട്ട് അവർക്ക് ഒന്നും ഇതിൽ നേടാൻ പറ്റിയില്ല എന്നുള്ളതായിരുന്നു ഇതിലത്തെ ഹാർഡ് പോയിന്റ്. സോ വില്ലാസ് എന്താ പറയാ, ഒരു വണ്ടർഫുൾ പെർഫോമൻസ് തന്നെ അവര് പുറത്തെടുത്തു. നിസ്സംശയം തന്നെ അത് പറയാം. അപ്പൊ ഇനി സെക്കൻഡ് ലെഗ് വില്ലയുടെ ഹോമില് ഐ തിങ്ക് ദർ ആർ നോ ചാൻസസ് ഫോർ ക്ലബ് ബർഗി ടു കം ബാക്ക് ആൻഡ് വിൻ ഇൻ ആസ്റ്റൺ വില്ല ഗ്രൗണ്ട് ടു മേക്ക് ദെയർ വേ ടു ക്വാർട്ടർ ഫൈനൽ. സോ അതന്നെയായിരുന്നു ആ മാച്ചിലെ പറയാനുള്ളത്. സോ ലാസ്റ്റ് ടൈമിൽ ഒരു പെനാൽറ്റിയും കിട്ടി, അസെൻസിയോ സ്കോർ ചെയ്തു, അങ്ങനെ 3-1 ആയി. അതെ, അസെൻസിയോ. സോ അതെ, 2-1 ആണെങ്കിൽ അത് വീണ്ടും ഒരു സിംഗിൾ ഗോൾ ഡിഫറൻസിൽ ഇതായിരുന്നു. ലാസ്റ്റ് ആ ഒരു പെനാൽറ്റി വെറുതെ കൈ കൊടുത്ത പോലെ ഒരു തന്നെയായിരുന്നു. സോ റാഷ്ഫോർഡ് ഇൻ ആസ്റ്റൺ വില്ല, അതെങ്ങനെയാണ് നീ കാണുന്നത്? സോ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ നിന്ന് പോയ റാഷ്ഫോർഡ് എന്തൊക്കെയാണ്? റാഷ്ഫോർഡിന് ഇപ്പോ 2 ട്രോഫി ജയിക്കാനുള്ള ചാൻസസ് ഉണ്ട്. ഒന്ന് ചാമ്പ്യൻസ് ലീഗ് ഓഫ് കോഴ്സ്, പിന്നെ രണ്ടാമത്തത് FA കപ്പിലും ദേ ആർ സ്റ്റിൽ അലൈവ്. വേറെ മാന്യുവിന് ഒരു ഹോപ്പുമില്ല. ഈ സീസൺ ഡ്രൈ സീസൺ ആണ്. ആൻഡ് ഓൾസോ അവര് അറ്റ്ലീസ്റ്റ് ടോപ്പ് 10 വരുമോ എന്നുള്ളത് പോലും ഡൗട്ടാണ്. സോ അവിടെ വേണ്ടാന്ന് പറഞ്ഞു വെച്ച ആള് ഇവിടെ ഒരു ടോപ്പ് ലീഗ് എന്താ പറയാ, മാഞ്ചസ്റ്റർ നിന്ന് വില്ലയ്ക്ക് വന്ന് ചാമ്പ്യൻസ് ലീഗ് കളിക്കുക, ചാമ്പ്യൻസ് ലീഗിൽ നിന്ന് പെർഫോം ചെയ്യാൻ പറ്റിയ ക്വാർട്ടർ കളിക്കുക എന്നൊക്കെ പറയുന്നത്. നമ്മളിപ്പോഴത്തെ കറണ്ട് ഫോം വെച്ച് നോക്കുമ്പോ ആ പ്ലെയറിന് ഒരു പ്രൊമോട്ടഡ് അല്ലേ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആസ്റ്റൺ വില്ലയ്ക്ക് പോവാന്നുള്ളത്? അതെ, ഒരു വലിയ പ്രൊമോഷൻ. നല്ല കഴിവുള്ള പ്ലെയർ തന്നെയാണ്. പക്ഷേ പറയുകയാണെങ്കിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡില് ഹി വാസ് നോട്ട് ഏബിൾ ടു കണക്ട് വിത്ത് അതർ പ്ലേയേഴ്സ് ആൻഡ് ഹി വാസ് നോട്ട് ഏബിൾ ടു ഗിവ് ഹിസ് ബെസ്റ്റ് എന്ന് പറയാം. എപ്പോഴും കുറെ ആയി റാഷ്ഫോർഡിന്റെ ബെസ്റ്റ്. മാനേജേഴ്സ് ആയിട്ട് എപ്പോഴും കോൺഫ്ലിക്റ്റുകൾ വന്നുകൊണ്ടേയിരുന്നു റാഷ്ഫോർഡിനല്ല. അതെ 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 അതെ. ഈവൻ ഇംഗ്ലണ്ട് സ്ക്വാഡിലും തന്നെ ആൾക്ക് ഭയങ്കര ഇമ്പാക്ട് ഒന്നും ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല ലാസ്റ്റ് ഒരു 3-4 ഇയേഴ്സ് ആയിട്ട് തന്നെ. റാഷ്ഫോർഡ് ഒരു ഇമ്പോർട്ടന്റ് പ്ലേസ് ഏത് ടീമിലും കിട്ടിയിട്ടില്ല. ബട്ട് ഹോപ്പ് ഹി വിൽ ബി കമ്മിങ് ബാക്ക് ടു ഹിസ് ഓൾഡ് ഫോം ആൻഡ് ഡൂയിങ് വെസ്റ്റ്. സോ നോക്കാം. സോ അതായിരുന്നു ഫസ്റ്റ് മാച്ചിന്റെ ഒരു ബ്രീഫ് എന്ന് പറയുന്നത്. പിന്നെ യെസ്. ഡോട്ട്മുണ്ട് ലിലി നമ്മളെ കളി, ഡോട്ട്മുണ്ട് അനാസായി ജയിക്കും എന്ന് തോന്നിച്ചു എന്ന് വിചാരിച്ചു നമ്മൾ. കാരണം ഹോം ഗ്രൗണ്ട് ആയിരുന്നു, ഹോം അഡ്വാൻറ്റേജ് ഡോട്ട്മുണ്ടിനാണ്. ബട്ട് സർപ്രൈസ് എൻഡഡ് അപ്പ് വിത്ത് എ ഡ്രോ. അതെ അതെ, അവര് ഒരു കൺസിഡർ ചെയ്യാൻ പാടില്ലാത്ത ഒരു ഗോളായിരുന്നു. അവർ നിറയെ അറ്റംപ്റ്റ് വൈസ് അതൊരു നല്ലൊരു മാച്ച് തന്നെയായിരുന്നു. ഞാൻ ഹൈലൈറ്റ്സ് ആയിരുന്നു കണ്ടത്, എനിക്കത് ലൈവ് കാണാൻ പറ്റിയില്ല. സോ അറ്റംപ്റ്റ് വൈസ് ഡോട്ട്മണ്ട് ഹാസ് മേഡ് എ ട്രൈ.
ആൻഡ് അവരത് കൺസീഡ് ചെയ്യണ്ടായിരുന്നു. ആ ഒരു ഗോൾ കൺസീഡ് ചെയ്തിരുന്നില്ലെങ്കിൽ ഒരു നല്ല അഡ്വാൻറ്റേജ്. കാരണം അവരുടെ ഹോം ഗെയിമിൽ ഒരു വിൻ എന്ന് പറയുന്നത് ഡോട്ട്മണ്ടിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിരുന്നു. ആൻഡ് അത് എവയിൽ എത്രത്തോളം അവർക്കത് തിരിച്ചു പിടിക്കാൻ പറ്റും എന്നുള്ളത് ഒരു ഡൗട്ട് തന്നെയാണ്. സ്റ്റിൽ 1-1. സോ ആ ഒരു മാച്ച് ഭയങ്കര സെക്കൻഡ് ലെഗിൽ ഭയങ്കര അലൈവ് ആയിട്ടുള്ള ഒരു മാച്ച് തന്നെയാണ്. ദില്ലിയുടെ ഹോം ഗ്രൗണ്ടിൽ ഭയങ്കര ഹോം സപ്പോർട്ടുള്ള ടീം തന്നെയാണ് അവരും. ആൻഡ് ഡോട്ട്മണ്ട് എന്താ പറയാ, ഒരു വലിയ ടീം എന്നുള്ളൊരു ഫ്ലെയർ ഉണ്ടെന്നല്ലാതെ വേറെ ഒന്നും പേടിക്കാനില്ല ഇപ്പോ ലില്ലിക്ക് കറന്റ്ലി അവിടെ നോക്കുമ്പോ. അഫ്കോഴ്സ് കുറച്ച് പ്ലേയേഴ്സ് ലൈക്ക് അഡിയമി അവർ പോലത്തെ ഒരു കീ പ്ലേയേഴ്സ് വല്ല ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഉണ്ടാക്കിയാലേ ഉള്ളൂ അവിടെയും. സോ അതൊരു നല്ല ടൈ ആയിരിക്കും എന്ന് തോന്നുന്നു ടു വാച്ച് ഇൻ ദ സെക്കൻഡ് ലെഗ്. സോ സെക്കൻഡ് ഹാഫിൽ മൊത്തം കളി ഡോട്ട്മണ്ടിന്റെ കയ്യിൽ നിന്ന് വിട്ടുപോയി. അപ്പൊ ഡോട്ട്മണ്ടിന് ബോൾ തന്നെ കിട്ടിയില്ല എന്നുള്ള അവസ്ഥയിലോട്ടും പോയി. ഫുള്ള് തുരുതുരാതുള്ള അറ്റാക്ക് ആയിരുന്നു ലില്ലിയുടെ സൈഡിൽ നിന്ന്. സോ ദേ ഡിസേർവ് ടു ഗെറ്റ്. അതെ 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 ആ ഒരു മിസ്റ്റേക്ക് അവർ ചെയ്യാൻ പാടില്ലായിരുന്നു ഹോം ഗെയിമില്. അങ്ങനെ സെക്കൻഡ് ഹാഫിൽ ഒരു ലൂസ് വിട്ടിട്ടുള്ള ഒരു കളി അത് അവർക്കൊരു തിരിച്ചടിയായി കിട്ടിയിട്ടുണ്ട്. അത് എന്താവും എന്നുള്ളത് നമുക്ക് ബാക്ക് ഫെയർ ആവുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് സെക്കൻഡ് ലെഗ് കണ്ടിട്ട് തന്നെ പറയണമെന്ന് തോന്നുന്നു. ഓക്കെ. സോ നെക്സ്റ്റ് ഗെയിം PSV വേഴ്സസ് ആർസണൽ. നമ്മളെല്ലാവരും പറഞ്ഞു ആർസണൽ ഇപ്പൊ കറന്റ് ഫോം വെച്ചിട്ടാണ് ഈ ടീമിനെ അടിക്കാൻ പറ്റിയ ഒരു ടീമായിട്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫുട്ബോൾ കളിക്കുന്ന ടീമാണ്. അതുപോലെ തന്നെ 7-1 എന്നുള്ള ഒരു വിക്ടറിയിലോട്ട്. സോ എനിക്ക് തോന്നുന്നു കുറെ കാലത്തിന് ശേഷമാണ് ഒരു നോക്കൌട്ട് സ്റ്റേജിൽ ആർസണൽ ഇതുപോലെ വലിയൊരു പെർഫോമൻസ് കാഴ്ചവെക്കുന്നത് അല്ലേ? അതെ 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 അത് എന്താ പറയാ, റിയലി അഡ്മയറബിൾ വിൻ തന്നെയായിരുന്നു അത്, വിക്ടറി. ഇത് എന്താ പറയാ, കഴിഞ്ഞു ആ ടൈ ഓവർ. ഓഫ്കോഴ്സ് ആർസണൽ ക്വാളിഫൈ ആയിക്കഴിഞ്ഞു തന്നെ ഉറപ്പായിട്ട് പറയാം, ഒന്നും സംശയമില്ല. ഇതൊന്നും തിരിച്ചു വരാൻ, അതും എമിറേറ്റ്സിൽ പോയിട്ട് PSV 6 ഗോൾ അടിച്ച് തിരിച്ചു വരിക എന്നുള്ള കാര്യമൊന്നും നടക്കണ കാര്യമല്ല. സോ ആ ടൈ ആർസണൽ തീർത്തു കഴിഞ്ഞു. ഇനിയിപ്പോ ആർസണൽ സെക്കൻഡ് ലെഗ് അത്രയ്ക്ക് ശ്രദ്ധിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. അവർക്ക് ലീഗ് മാച്ചസ് ഇന്ന് മാന്യു ആയിട്ട് ഒരു മാച്ച് ഉണ്ട് 10 മണിക്ക്. സോ അവർക്ക് അത് നോക്കി ആ ഒരു പോയിന്റ്സ് ഷുവർ ആക്കിയാൽ മതി. ലീഗ് ശ്രദ്ധിച്ചാൽ മതി. ഈ ആഴ്ച ചാമ്പ്യൻസ് ലീഗ് തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല. ആ ഒരു അഡ്വാൻറ്റേജ് ഫസ്റ്റ് ലെഗിൽ തന്നെ അവർ തീർത്ത് ടൈനെ എൻഡ് ചെയ്ത് കഴിഞ്ഞു. സോ that was an amazing performance by Arsenal. Yeah. And of course, that was a captain show. Odegaard brace and he was doing really well. ഒഡേഗാർഡിന്റെ ഫോം എന്ന് പറഞ്ഞാൽ ഈ സീസണിൽ വളരെ സൂപ്പർ ഫോമിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ എല്ലാ ഇമ്പോർട്ടന്റ് മാച്ചസിലും ഗോൾ സ്കോർ ചെയ്യുന്നുണ്ട്, ചാൻസസ് ചെയ്യുന്നുണ്ട്. സോ വണ്ടർഫുൾ ഫോമിലാണ് ആളുള്ളത്. അതെ, നടുവിൽ ആൾക്ക് ഇഞ്ചുറി പറ്റി കുറെ മാച്ചസ് മിസ്സായി. അതില്ലെങ്കിൽ ആർസണൽക്ക് ഇനിയും ലീഗിലും കുറച്ചുകൂടി പ്രോമിനന്റ് ആയിട്ട് നിൽക്കാൻ പറ്റുമായിരുന്നു. സോ ഒരുപക്ഷെ അവർക്ക് ലീഗിലും ഇപ്രാവശ്യം നല്ലൊരു മുന്നോട്ട് വരാൻ പറ്റുന്ന ചാൻസും ആയിരുന്നു. ഈ പറഞ്ഞ പോലെ നമ്മൾ കഴിഞ്ഞ പ്രിവ്യൂലും പറഞ്ഞ പോലെ അവർ ഇമ്പോർട്ടൻസ് മാച്ചസ് എല്ലാം ജയിക്കുന്നുണ്ട്. ബട്ട് കമ്പാരിറ്റീവ്ലി ലോ പ്രൊഫൈലുമായിട്ട് ടീംസിനൊപ്പം വരുമ്പോൾ ബോട്ടിലായും അങ്ങനെ 2-3 കളികൾ പോയിട്ട് പോയില്ല തന്നെ സിമ്പിളായി ജയിക്കാൻ പറ്റുന്ന കളികളായിരുന്നു. അങ്ങനെ ആയിരുന്നെങ്കിൽ ഒരു 5-6 പോയിന്റ് ഇപ്പൊ ലിവർപൂളായിട്ട് നെക്ക് ടു നെക്ക് നിൽക്കേണ്ട സാധ്യത ഉള്ള ഒരു ടീമായിരുന്നു. ബട്ട് ഇപ്പത്തെ കറന്റ് സിനാരിയോയിൽ എനിക്ക് തോന്നുന്നില്ല ലീഗ് തിരിച്ചു പിടിക്കും. ഇപ്പൊ എത്ര കറന്റ് പോയിന്റ്സ് ഡിഫറൻസ്? 6 or 9 പോയിന്റ് ഡിഫറൻസ്. പോയിന്റ്സ് ഡിഫറൻസ് ഓൾമോസ്റ്റ് 13 പോയിന്റ്സ് 14 പോയിന്റ്സ് ഡിഫറൻസിലേക്ക് എത്തിക്കഴിഞ്ഞു ഇന്നലത്തെ ലിവർപൂളിന്റെ വിക്ടറിയോടെ തന്നെ. അപ്പോ ഞാൻ ഇന്നലെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയപ്പോൾ അക്കോർഡിംഗ് ടു ദാറ്റ് ഇനി ആർസണലില് ഇനിയുള്ള എല്ലാ ലീഗ് മാച്ചസും ജയിച്ചാൽ പോലും ലിവർപൂളിന് ജസ്റ്റ് 6 മാച്ചസ് ജയിച്ചാൽ മതി കപ്പ് ഉറപ്പാക്കാൻ പറ്റും. അഫ്കോഴ്സ് ഇനി വരുന്ന ഫിക്ചേഴ്സ് എല്ലാം അത്രക്ക് ഈസി ഫിക്ചേഴ്സ് എന്ന് പറയാനൊന്നും പറ്റില്ല. എന്തും സംഭവിക്കാം. മാന്യു 15th പൊസിഷൻ ആണെങ്കിൽ പോലും ഒരു ഡ്രോ വിൽ ബി എ കോസ്റ്റ്ലി ഫോർ ആർസണൽ അറ്റ് ദിസ് പോയിന്റ്. ഓൾറെഡി കഴിഞ്ഞു, ബട്ട് സ്റ്റിൽ ഇനി അവർക്ക് വലിച്ചു നീട്ടിക്കൊണ്ട് പോകാൻ പറ്റില്ല. സോ ലിവർപൂൾ ഇനി നെക്സ്റ്റ് 6 ഗെയിംസ് ജയിക്കുകയാണെങ്കിൽ ദേ ആർ ദ ചാമ്പ്യൻസ് ഓഫ് ദ EPL, കൺസിഡറിംഗ് ദാറ്റ് ആർസണൽ വിൽ വിൻ ദെയർ ഓൾ ദ ഗെയിംസ്. സോ അതില്ല, ആർസണൽ പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി ഈസി ഫോർ ലിവർപൂൾ ടു ബി ദ ചാമ്പ്യൻസ് സൂൺ. ഇന്നലെയും ആക്ച്വലി ലിവർപൂൾ കൺസിഡർ ചെയ്തുകൊണ്ടിരുന്നു സതാംപ്ടന്റെ കൂടെ, ബട്ട് ദേ came back for a 3-1 victory in the second half. Of course, സാല ഷോ തന്നെയായിരുന്നു. ന്യൂനസിന്റെയും നല്ലൊരു ഷോ ആയിരുന്നു ഇന്നലെ. His comeback it was. ന്യൂനസിന്റെ കാര്യം അപ്പൊ സംസാരിക്കാൻ നമുക്ക് ലിവർപൂളിൽ വരുമ്പോൾ ന്യൂനസിനെ കുറിച്ച് കുറെ പറയാനുണ്ട്. അടുത്ത മാച്ച് അന്നത്തെ ദിവസത്തെ ബ്ലോക്ക് ബസ്റ്റർ ആയിരുന്നു, റിയൽ മാഡ്രിഡ് ഡെർബി, റിയൽ മാഡ്രിഡ് വേഴ്സസ് അത്ലറ്റിക്കോ മാഡ്രിഡ്. സോ നല്ലൊരു ഗെയിം നമ്മൾ പ്രതീക്ഷിക്കാം എന്ന് തന്നെ പറഞ്ഞതുപോലെ തന്നെ നല്ലൊരു മാച്ച് തന്നെയായിരുന്നു. ലൈക്ക് നമ്മൾ പറഞ്ഞു, ആൽവാരസിന്റെ ഗോൾ സ്കോറിംഗ് എബിലിറ്റി, അത്
അത്ലറ്റിക്കോ മാഡ്രിഡിനെ നന്നായിട്ട് ഈ റീസെന്റ് ടൈംസ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സോ അതന്നെ അവരുടെ മെയിൻ ഹൈലൈറ്റ്സ് എന്ന് ആൽവാർസ് സ്കോർ ചെയ്തു നമ്മൾ പറഞ്ഞ പോലെ തന്നെ. റോഡ്രിഗോ ഫസ്റ്റ് ഇനീഷ്യലി തന്നെ സ്കോർ ചെയ്ത് അവർക്ക് ലീഡ് കൊടുത്തു. പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ തിരിച്ചവർ ലീഡ് തിരിച്ച് പിടിക്കുകയായിരുന്നു. സോ എന്തായിരുന്നു ആ കളിയുടെ ഞാൻ അന്ന് ഈ ഫസ്റ്റ് ലെഗ് നടന്ന ഫുട്ബോൾ മാച്ചസ് എല്ലാത്തിലും വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മാച്ച് ഓഫ്കോഴ്സ് ഇറ്റ് വാസ് റയൽ മാഡ്രിഡ് വേഴ്സസ് അത്ലറ്റിക്കോ മാഡ്രിഡ്. ബിക്കോസ് അതിൽ എടുത്ത 3 ഗോളുകളും വളരെ ബ്യൂട്ടിഫുൾ ഗോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ, കാണാൻ തന്നെ അത്രയും ചന്തമുള്ള ഗോളുകളായിരുന്നു 3 എല്ലാ ഗോളുകളും. സോ അതുമല്ല നമ്മൾ ഈ മാച്ചിന്റെ സ്റ്റാറ്റ്സ് എടുത്ത് നോക്കിയാൽ തന്നെ പൊസിഷൻ ആയാലും ശരി, ഷോട്ട്സ് ആയാലും ശരി, രണ്ട് ടീമും ഈക്വലി ദേവർ കോൺട്രിബ്യൂട്ടിംഗ് ടു ദ ഗെയിം. സോ ഒരു ടീമും ബാക്ക്വേർഡ് ആയിരുന്നില്ല. ബട്ട് ഐ ഫെൽറ്റ് ലൈക്ക് അത്ലറ്റിക്കോന് 1-0 തോറ്റാലും കുഴപ്പമില്ല എന്നുള്ള മെന്റാലിറ്റിയിലായിരുന്നു അവർ വന്നതെന്ന പോലെ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു. കാരണം അവര് സെക്കൻഡ് ഹാഫിൽ ബോൾ വെച്ച് എനിക്ക് അറ്റാക്കിനൊന്നും പോകണം എന്നുള്ളൊരു ഇന്റൻഷൻ അവർ കാണിച്ചിരുന്നില്ല. ഓക്കെ 1-1 ആയപ്പോ തന്നെ അവർ ഓക്കെ 1-1 അല്ലെങ്കിൽ 1-0 തോറ്റാലും കുഴപ്പമില്ല എന്നുള്ള രീതിക്ക് അവരുടെ ഗെയിം ഉണ്ടായിരുന്നു. അത് അവരുടെ ഓവർ കോൺഫിഡൻസ് ആണോ, ഹോമില് നന്നായി പെർഫോം ചെയ്യാനുള്ള ഇതാണോ എന്നുള്ളത് നമുക്ക് കണ്ടന്നെ അറിയണം. ബട്ട് ദേ ഹാഡ് ദെയർ സ്റ്റെപ്സ്. രണ്ടുപേർക്കും ബോത്ത് ദ ടീം ഹാഡ് ദെയർ മൊമെന്റ്സ്. ആൻഡ് ഓഫ് കോഴ്സ് റോഡ്രിഗോന്റെ ഫസ്റ്റ് ഗോൾ എന്താ പറയാ, ആ മൂവ്മെന്റ് ഒന്നും ഭയങ്കര സ്വിഫ്റ്റ് മൂവ്മെന്റ് ആയിരുന്നു. ബ്യൂട്ടിഫുൾ ഗോൾ ആയിരുന്നു. ഗോൾ കീപ്പേഴ്സിന് ഒന്നും 3 ഗോളിലും ഒരു ചാൻസ് എടുക്കാൻ പറ്റില്ല. ഗോൾ കീപ്പറിന് ഒന്നും ചെയ്യാൻ പറ്റില്ല ആ 3 ഗോൾസും. അത്രയും ബ്യൂട്ടിഫുൾ ഫിനിഷ് ആയിരുന്നു 3. സോ അടുത്ത സെക്കൻഡ് ലെഗിൽ ഏറ്റവും നിർണായക മാച്ചും അത് തന്നെയായിരിക്കും. കാരണം ഈ പറഞ്ഞ പോലെ റയൽ മാഡ്രിഡ് അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ ഹോം ഗ്രൗണ്ടിൽ നടക്കുന്ന കളി. സോ അവർക്കൊരു 1-0 പിടിച്ചാലടക്കം ഡ്രോ പിടിച്ചാൽ നമുക്ക് അവർക്ക് എക്സ്ട്രാ ടൈമിലോട്ടോ പെനാൽറ്റിയിലോട്ടോ അവർക്ക് മൂവ് ചെയ്യാൻ പറ്റും. സോ അതെ, എനിക്കും സെയിം ഫീലിംഗ് ആണ്. അത് ഈ ഗെയിം എക്സ്ട്രാ ടൈമിൽ ഓർ പെനാൽറ്റിയിലേക്ക് പോകാൻ ചാൻസ് വളരെ കൂടുതലുള്ള ഒരു ടീമാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ഗെയിം ഷുഡ് ഹാപ്പൻ ആസ് ഏർലി ആസ് പോസിബിൾ ഫോർ അത്ലറ്റിക്കോ. അല്ലാതെ സെക്കൻഡ് ഹാഫിൽ അവർ വെയിറ്റ് ചെയ്ത് സെക്കൻഡ് ഹാഫ് വരെയും അവരൊരു 70 വരെ അവർക്ക് ഗോൾ സ്കോർ ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ ഐ ഡോണ്ട് തിങ്ക് ദേ വിൽ ബി ഏബിൾ ടു സ്കോർ ഇൻ നെക്സ്റ്റ് 20 minutes ഫോർ ഷുവർ. ബിക്കോസ് അവിടെ ഗെയിം റിയൽ മാഡ്രിഡിന്റെ സൈഡിലേക്ക് പോകാൻ ഭയങ്കര ചാൻസസ് ഉണ്ട്. കാരണം ഗെയിം റീഡ് ചെയ്ത് അതിന് അനുസരിച്ച് ആക്ട് ചെയ്യുന്ന ഒരാളാണ് ആൻസലോട്ടി. സോ ആൻസലോട്ടിക്ക് അത്ര ടൈം 70 minutes ഒക്കെ കൊടുത്ത് ഇതാക്കി കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഔട്ട് ഓഫ് ദെയർ ഹാൻഡ്സ് ഫോർ ഷുവർ. സോ ദേ ഷുഡ് ആക്ട് ഏർലി ആസ് പോസിബിൾ എന്നാണ് എനിക്ക് എൻ്റെ ഒരു തോട്ട് പ്രോസസ്സ് പോകുന്നത്. അത്ലറ്റിക്കോ ഷുഡ് സ്കോർ ദെയർ ഗോൾ ഇൻ ദ ഫസ്റ്റ് ഹാഫ്. അങ്ങനെയാണെങ്കിൽ ദേ ഹാവ് ദെയർ ചാൻസസ്. അല്ലാതെ ഗെയിം നീണ്ടുപോയാൽ ഇറ്റ് വിൽ ബി ഇൻ ദ വേ ഓഫ് റയൽ മാഡ്രിഡ് എന്നാണ് എൻ്റെ ഒരു തോട്ട്. സോ ഞാൻ ചിന്തിക്കുന്നത്. ലാലിഗയുടെ അവസ്ഥ എന്താണ്? ലാലിഗ ആര് നേടും എന്നുള്ളതിനെ കുറിച്ച് ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല. ബാക്കിയുള്ള ലീഗ്സിലെ ഓൾമോസ്റ്റ് ഒരു പിക്ചർ ആയി ആര് അടിക്കുന്നുള്ളത്. ഇപ്പൊ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1 പോയിന്റ് ഡിഫറൻസിലാണ് ബാർസലോണ അത്ലറ്റിക്കോ മാഡ്രിഡ് നിൽക്കുന്നത്. സോ ബാർസലോണ റിയൽ മാഡ്രിഡ് തമ്മിൽ 3 പോയിന്റ് വ്യത്യാസമുള്ളൂ. ഒറ്റ കളിയുടെ ഇതിൽ മാറാവുന്നതുള്ളൂ. സോ അവർ വളരെ ടൈറ്റ് കോമ്പറ്റീഷൻ ആണ്. ഈ വർഷത്തെ ഏറ്റവും നല്ല ലീഗ്, നല്ല കോമ്പറ്റേറ്റീവ് ലീഗ് എന്ന് പറയുന്നത് ഇപ്പോൾ ലാലിഗയിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം 3 ടീമിനും ഒരേപോലെ ചാൻസസ് ഉള്ള ഒരു പൊസിഷനിലാണ് നിൽക്കുന്നത്. സോ അത് ആര് കപ്പടിക്കുന്നതാണ് പ്രഡിക്ഷൻ? അതില് പ്രെഡിക്റ്റ് ചെയ്യണമെങ്കിൽ ഞാൻ ജസ്റ്റ് ഇനി ഫിക്സ്ചേഴ്സ് നോക്കിയിട്ടില്ല. അതിൽ ഹെഡ് ടു ഹെഡ് ഇനി ഇവര് തമ്മിൽ കളി വരാൻ ചാൻസ് കഴിഞ്ഞു എന്നാ തോന്നുന്നത്. എല്ലാരും ഹോമും എവേയും, അതായത് എൽ ക്ലാസിക്കോ 2 കഴിഞ്ഞു. ബാക്കി അത്ലറ്റിക്കോ ഡെർബി ആൻഡ് ബാർസലോണ അത്ലറ്റിക്കോയും 2 ഇത് കഴിഞ്ഞു എന്ന് എനിക്ക് അത്രയ്ക്ക് ഉറപ്പില്ല. അത് കഴിഞ്ഞിട്ടില്ല എങ്കിൽ ദർ ആർ ചാൻസ് ഫോർ എനിത്തിങ് ടു ഹാപ്പൻ. അതല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ബാർസയ്ക്ക് കൂടുതൽ ചാൻസ് ഉണ്ട്. അങ്ങനെ ഈ അത്ലറ്റിക്കോയും റയൽ മാഡ്രിഡും അല്ലാതെ ടീം മാത്രമേ കളിയുള്ളൂ എങ്കിൽ ബാർസ ഹാസ് ദെയർ ഹെഡ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കണ്ടറിയാം. ഞാൻ ആ ഫിക്സ്ചേഴ്സ് അനലൈസ് ചെയ്തിട്ടില്ല. സോ ഐ വാസ് നോട്ട് ഏബിൾ ടു കമന്റ്. സോ ഹുദ നോക്കിയായിരുന്നോ അത് ഫിക്സ്ചേഴ്സ്? ഫിക്സ്ചർ ശരിക്കും നോക്കിയിട്ടില്ല. ബട്ട് ബാർസലോണ ഈ ലീഗ് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നല്ലൊരു സ്റ്റോറി ലൈൻ ആയിരിക്കും. കാരണം ഹൻസി ഫ്ലിക്കിന്റെ കയ്യിൽ നിന്ന് ഹ്യൂമിലേറ്റഡ് ആയ ഒരു ടീം, ഏറ്റവും കൂടുതൽ ട്രോളുകൾ വാങ്ങിക്കൂട്ടിയ ഒരു ടീം, ഹൻസി ഫ്ലിക്കിന്റെ കയ്യിൽ നിന്ന് തന്നെ ഒരു ലീഗ് ജയിക്കുക, ഒരു റിഡംഷൻ ആർക്ക് അവർക്ക് ഹൻസി ഫ്ലിക്കിലൂടെ കിട്ടുക എന്നുള്ളത് ഒരു ബ്യൂട്ടിഫുൾ സ്റ്റോറി ലൈനാണ്. ആൻഡ് ഇനിയൊരു സ്റ്റോറി ലൈൻ നോക്കിയേ, എനിക്ക് തോന്നുന്നു ചാമ്പ്യൻസ് ലീഗ് ക്വാർട്ടർ ഫൈനലിൽ ഇപ്പോ ബാർസലോണയും ബയൺ മ്യൂണിച്ചും വരാൻ ചാൻസ് ഇല്ലേ? ഓർ അത് സെമിയിലായിരിക്കും?
ക്വാർട്ടർ ഫൈനല് വരാൻ സെമിയിലെ ചാൻസ് ഉള്ളൂ. ക്വാർട്ടർ ഫൈനൽ വരാൻ ചാൻസ് ഇല്ല. സെമിയിൽ വരാൻ ചാൻസ്. അങ്ങനെയാണെങ്കിൽ അത് ഇനിയും ഭയങ്കര ഒരു നേർക്കുനേർ അതെ ചാൻസ് ആയില്ലേ. അതെ അതെ അത് ഇനിയും ബ്യൂട്ടിഫുൾ ആയിരിക്കും നോക്കാൻ. അതെ. ഹാൻസി ഫ്ലിക്ക് വന്നതോടുകൂടി ഒരു വലിയൊരു ടീം, അവരുടെ ഒരു മൊത്തം ഒരു മെന്റാലിറ്റി തന്നെ മാറിയ പോലെ ഉണ്ടായിരുന്നു അവരുടെ ഒരു. അതെ അതെ. ഹാൻസി ഫ്ലിക്കിനും ഇതൊരു മസ്റ്റ് പ്രൂവ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ തന്നെയാണ്. കാരണം എന്താ വെച്ചാൽ ഹാൻസി ഫ്ലിക്ക് എന്ന് പറയുമ്പോൾ പോയി. ബയേണിനെ കോച്ച് ചെയ്തു, അതെ 60 ട്രിപ്പിൾ അടിച്ചു ഒരു സീസൺ. അത് കഴിഞ്ഞ് ആ ജോബ് പകുതിയിൽ വെച്ച് നിർത്തിയിട്ട് ഇന്റർനാഷണൽ ടീമിലേക്ക് കയറി. അതെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല ആൾക്ക്. അതെ. ഒരു പ്രോഗ്രഷനും ആൾക്ക് അവിടെ കാണിക്കാൻ പറ്റിയില്ല സംഹൗ. ബട്ട് നമ്മൾ ഒരുപാട് പ്രതീക്ഷിച്ചു അതെ നമ്മൾ അടിക്കും. കാരണം 6 ഡബിൾസ് അതെ അതെ ഞാൻ ലൈവ് കണ്ടാളാ. സോ മറ്റേ ക്ലബ് വേൾഡ് കപ്പ്. സോ അന്ന് നമുക്ക് ആ അതെ അതെ കളി കാണുമ്പോഴൊക്കെ പ്രതീക്ഷിച്ച് നമ്മുടെ മൈൻഡ് മൊത്തം ജർമ്മനിയുടെ കളിയാണ്. സോ ജർമ്മനിയുടെ വേൾഡ് കപ്പ് കാണാൻ പോയപ്പോഴും ആ ഒരു ടൈമില് എന്താ പറയാ, ആ, കളി തോറ്റ് എന്താ പറയാ, അവസാനം കരച്ചലിന്റെ വക്കിലാണ് നമ്മൾ തിരിച്ചു വരുന്നത്. മറ്റേ കോസ്റ്ററിക്കായിട്ടുള്ള അതെ. കളി ഇതായി. ഉം. അത് വല്ലാത്തൊരു ഡേ ആയിരുന്നു. കാരണം സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് ജപ്പാൻ സ്കോർ ചെയ്തു, സ്പെയിൻ സ്കോർ ചെയ്തു, അപ്പൊ ഫോർത്തായി. ഓർക്കാൻ അതൊരു വല്ലാത്ത ഡേ തന്നെ ആയിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു ഓഫ്കോഴ്സ് നാഗൽസ്മാൻ ഇസ് ഡൂയിങ് ഹിസ് ബെസ്റ്റ്. സോ ജർമ്മനി ആർ കമ്മിങ് ബാക്ക്. സോ അത് നമുക്ക് വേറെ ചർച്ചയിൽ തന്നെ വെക്കാം എന്തായാലും. സോ നമുക്ക് ഫസ്റ്റ് ഡേ അതായിരുന്നു നമ്മുടെ ഫിക്ചേഴ്സ് ഉണ്ടായിരുന്നു കളി. ദെൻ സെക്കൻഡ് ഡേ നമുക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് ഡേ പ്രീ ക്വാർട്ടേഴ്സ് നടക്കുന്ന സമയത്ത് ഫെനോർഡ് ആൻഡ് ഇന്റർമിലാൻ ആയിരുന്നു ഫസ്റ്റ് കളി നടന്നത്. സോ ഇന്റർമിലാൻ ഒരു ഈസി വിൻ ആയിരുന്നു. ഫെനോർഡിന് വലിയ ചാൻസസ് ഒന്നും ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയില്ല. ടോട്ടൽ അതെ അതെ അതെ. അത് നമ്മൾ പ്രതീക്ഷിച്ച പ്രഡിക്ഷൻ തന്നെയായിരുന്നു. അത് എന്താ പറയാ, ഇന്റർ മിലാൻ ആസ് ആൻ എക്സ്പീരിയൻസ്ഡ്, വളരെ എക്സ്പീരിയൻസ്ഡ് സ്ക്വാഡ് ആയിരുന്നു. അവർ ഗെയിം കംപ്ലീറ്റ് കൺട്രോൾ ചെയ്തു. നെക്സ്റ്റ് ഗെയിം അവരുടെ ഹോം ഗെയിം ആണ്. സോ അതും അവർ നന്നായിട്ട് തന്നെ കൊണ്ടുപോകുന്നു തോന്നുന്നു. യെസ്. സോ ഇന്റർമെല്ലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അടുത്ത കളി വലിയ നോക്കാനില്ല. കാരണം ഹോം ഗ്രൗണ്ടിലാണ്, 2 ഗോൾ അഡ്വാൻറ്റേജ് ഉണ്ട്. സോ അതെ ഈസി ഗോയിങ് ത്രൂയിങ് ആയിരിക്കും എന്ന് വിചാരിക്കാം. ഫൈനോട് അതെ ഇത്രയും 10-36 ടീം വെച്ചിട്ട് ഈ ഒരു സ്റ്റേജ് വരെ ലാസ്റ്റ് 16 വന്നത് തന്നെ ഫൈനോഡിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയൊരു കാര്യമാണ്. കാരണം മാഞ്ചസ്റ്റർ സിറ്റി പോലത്തുള്ള ടീം അതെ. പുറത്തു പോകുന്ന സമയത്ത് ഫൈനോഡ് പോലുള്ള ടീം അത് ക്വാളിഫൈ ചെയ്ത് വരിക, അതും ഇത് ലോങ് ഫോർമാറ്റില്. കറക്റ്റ് കറക്റ്റ്. ചെറിയ ഫോർമാറ്റ് ആണെങ്കിൽ നമുക്ക് അതെ അതെ. 2 ഫ്ലൂ ഗെയിംസ് ജയിച്ചാൽ നമുക്കൊരു അഡ്വാൻറ്റേജ് കയറുന്ന പറയും. ബട്ട് ഇതൊരു ലോങ് ഫോർമാറ്റ്, ഒരു 9 കളിയിൽ കളിച്ചു വരുന്ന സമയത്ത് ഇറ്റ്സ് റിയലി അപ്രീഷിയേറ്റിംഗ്. അതെ അതെ അതെ. അത് എന്താ പറയാ, അതും ഡച്ച് ലീഗിലെ ഇങ്ങനെ ഒരു ടീം വന്ന് ഇങ്ങനെ നല്ല പെർഫോമൻസ് വയ്ക്കുന്നത് ഭയങ്കര ഇൻസ്പയറിംഗ് തന്നെയാണ്. സോ ലെറ്റ്സ് ഹോപ്പ് ഫോർ ദെയർ റേസ് ഓൾസോ ദെൻ. സോ ദ നെക്സ്റ്റ് ഗെയിം ബയൺ വേഴ്സസ് ലെവർകൂസൻ. അന്നത്തെ ഡേ ഞാൻ മാച്ചസ് ആണ് ഞാൻ ലൈവിലത്തെ കണ്ടത്, ബയൺ ആൻഡ് ലെവർകൂസൻ. സോ ഓക്കെ. ജർമ്മൻ 2 ഹെവി വെയിറ്റ് ടീംസ് കൊളൈഡ് ചെയ്തു. സോ കഴിഞ്ഞ വർഷത്തെ കണക്കുകളെല്ലാം ബയേൺ ലെവർകൂസന് തിരിച്ചു കൊടുത്ത പോലെയാണ് എനിക്ക് തോന്നിയത്. സോ സാബി അലോൺസോ വാസ് വെരി ഡിസപ്പോയിന്റഡ് വിത്ത് ദെയർ പെർഫോമൻസ്. ലെവർകൂസൻ സാബി അലോൺസോയുടെ നമുക്ക് ആ ഫേഷ്യൽ എക്സ്പ്രഷൻസും അതെല്ലാം ബോഡി ലാംഗ്വേജ് എല്ലാം കണ്ടാൽ തന്നെ മനസ്സിലാവും. ഫ്രം ദി സെക്കൻഡ് ഹാഫ് ഹി വാസ് വെരി ഡിസപ്പോയിന്റഡ് വിത്ത് ഹിസ് ടീം ആൻഡ് പെർഫോമൻസ്. സോ എങ്ങനെയാണ് ആ കളിയെ നോക്കി കാണുന്നത്? അതെനിക്ക് തോന്നുന്നു ഗെയിമിൽ ഒരു പോയിന്റിൽ പോലും സാബി വിചാരിച്ച കാര്യങ്ങൾ നടന്നില്ലാത്ത പോലെയാണ്. ഞാനും ഹൈലൈറ്റ്സ് ആണ് കണ്ടത് ഈ ഗെയിം. സോ സാബിക്ക് വിചാരിച്ചൊന്നും നടന്നില്ല എന്നുള്ളത് തന്നെയായിരുന്നു അവിടെ സംഭവിച്ചത്. ആൻഡ് അതില് എക്സ്ട്രീംലി വെല്ലായിട്ട് പറയാനുള്ളത്, കിമ്മിച്ച് ഇപ്പൊ കുറെ ബാക്ക് ടു, അതായത് ലാസ്റ്റ് സീസൺ കുറെ ആൾക്ക് പൊസിഷൻ റൈറ്റ് ബാക്ക് കളിക്കേണ്ടി വന്നിരുന്നു. ഇപ്പൊ ആൾ അഗെയിൻ ബാക്ക് ടു ദാറ്റ് പ്ലാവോവിച്ചിന്റെ ഇഞ്ചുറി കാരണം ഇപ്പൊ അഗെയിൻ നമ്പർ 6 പൊസിഷനിൽ കളിക്കുന്നുണ്ട്, ഹോൾഡിംഗ് മിഡ്ഫീൽഡർ ആയിട്ട്. സോ അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ, കിമ്മിച്ചിന്റെ ഡിസ്ട്രിബ്യൂഷൻ വാസ് എക്സ്ട്രീംലി വെൽ. ആൾക്ക് സൂപ്പർ ആയിട്ട് ലെഫ്റ്റ് വിങ്ങും റൈറ്റ് വിങ്ങും സൂപ്പർ ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റി. ആൻഡ് ഒലീസേന്റെ റൺസും എല്ലാം തന്നെ കറക്റ്റ് വർക്ക്ഔട്ട് ആയിക്കൊണ്ടിരുന്നു ബയേണിന്. അഫ്കോഴ്സ് കെയിൻ മെയ്ഡ് ദ ഡിഫറൻസ്. ഒരു പ്രോപ്പർ സ്ട്രൈക്കർ, പ്രോപ്പർ നമ്പർ 9 പോലത്തെ കളിയായിരുന്നു കെയിന് കളിച്ചത്. നമ്മളത് പറഞ്ഞുകൊണ്ടിരുന്നു ഫസ്റ്റ് പ്രിവ്യൂല്. കറക്റ്റായിട്ട് കെയിന്റെ പെർഫോമൻസ് മെയ്ഡ് ദ ഡിഫറൻസ് എന്ന് തന്നെ പറയാം. കാരണം ഫസ്റ്റ് ഗോൾ വാസ് നോട്ട് ആൻ ഈസി വൺ. നമുക്ക് കാണുമ്പോൾ ഒരു ഹെഡർ ഗോൾ ആണെങ്കിലും ഹെഡർ ഗോൾ, ബട്ട് എന്താ പറയാ, അത് വളരെ ബ്രില്യന്റ് ആയിട്ട് ഗോൾ. ഈ ഒരു വീക്കിൽ നടന്നതിൽ ഏറ്റവും ബെസ്റ്റ്, വൺ ഓഫ് ദി ബെസ്റ്റ് ഗോൾ ആയിരുന്നു അത്. അതെ, പ്രോപ്പർ സ്ട്രൈക്കറിന്റെ ഗോൾ എന്ന് തന്നെ പറയാം. ആ ഒരു ക്രോസിന് അവിടെ എത്തുക എന്ന് മാത്രമല്ല, ആ ഫൈൻഡിങ് ഹിസ് പൊസിഷൻ കറക്റ്റ്. ആ ഒരു നല്ലൊരു ആ സെന്റർ ബാക്സ് ടാവും മറ്റേയാളും നല്ലൊരു സെന്റർ ബാക്സ് ആണ്, നല്ല ഡിഫൻഡേഴ്സ് ആണ്. സോ ആ ഒരു പൊസിഷനിൽ തന്നെ ആള് കയറി കറക്റ്റ് ഹെഡർ വെക്കുക എന്നുള്ളത്
ഭയങ്കര സ്കിൽഫുൾ ജോബാണ്. പിന്നെ പെനാൽറ്റി എന്ന് പറയുമ്പോൾ മൗറിഞ്ഞോ പണ്ട് ഈ ടോട്ടനാമിലുള്ളപ്പോ കെയിനിനെ കുറിച്ച് പറയുന്നതാണ്, കെയിന് ഒരു ഗെയിമിന് മുന്നേ തന്നെ ആ ഗെയിമിൽ കിട്ടാൻ ചാൻസ് ഉള്ള 3 പെനാൽറ്റി എവിടെ അടിക്കണം എന്നുള്ളത് കംപ്ലീറ്റ്ലി പ്രാക്ടീസ് ചെയ്ത് മൈൻഡിൽ ഫിക്സ് ചെയ്തിരുന്ന ഒരാളാണ്. സോ കെയിനിന് പെനാൽറ്റിയിൽ ഡൗട്ട് വരിക എന്നുള്ളത് ഇറ്റ് ഇസ് ആൻ ഇമ്പോസിബിൾ തിങ്. സോ ഹി ഈസ് വെരി ഫിക്സഡ് ഇൻ ദാറ്റ്. സോ അതൊക്കെ പെനാൽറ്റി വന്നപ്പോ തന്നെ ആള് അടിച്ചു എന്ന് ഉറപ്പാക്കിയ സാധനങ്ങളാണ്. സോ ദാറ്റ് വാസ് കെയിൻസ് ഗെയിം. ആ ഒരു ട്രോഫി ഡ്രോട്ട് തീർത്തുകൊണ്ട് ആള് ബയണിനെ മേലെ കൊണ്ടുവരുമെന്ന് നമുക്ക് നോക്കാം. സോ ദാറ്റ് വാസ് ഓൾസോ എ നൈസ് ഗെയിം ടു വാച്ച്. ലീഗ് ഓൾമോസ്റ്റ് കൺഫേം ആണ് എനിക്ക് തോന്നുന്നു. ലീഗ് ഓൾമോസ്റ്റ് അതെ 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 തോന്നുന്നു. ബട്ട് ചാമ്പ്യൻസ് ട്രോഫി അവർക്ക്, സോറി ചാമ്പ്യൻസ് ലീഗ് അവർക്ക് ഇന്ത്യൻ ഇപ്പൊ കളിക്കുന്ന അതിനേക്കാളും കുറച്ചുകൂടി വലിയ ടീമുകൾ വരുന്ന സമയത്ത് അവർ പ്രഷർ ഹാൻഡിൽ ചെയ്യാൻ എല്ലാ പ്ലേയേഴ്സും ഓക്കെയാണ്. ബട്ട് പഴയ ഒരു പ്രതാപത്തോട്ട് വീണ്ടും തിരിച്ചു വന്നാൽ മാത്രമേ അവർക്ക് ട്രോഫി വിൻ ചെയ്യാൻ പറ്റും തോന്നുന്നു. ബട്ട് ഹോപ്പ്ഫുള്ളി ദേ വിൽ ഗിവ് എ ടഫ് ഫൈറ്റ് ഫോർ. അതെ അതെ അതെ. പക്ഷെ ഈ ഗെയിമിൽ എനിക്ക് എന്താ പറയാ ഒരു ഡൗട്ട് എന്ന് വെച്ചാൽ ഒരു കംപ്ലീറ്റ് 100% ധൈര്യം ഇല്ല കേട്ടോ. സെക്കൻഡ് ലെഗില് ബയൺ അങ്ങനെ പൊസിഷൻ കീപ്പ് ചെയ്തുകൊണ്ട് പോകാൻ പറ്റുന്ന ഒരു അങ്ങനെ കളിക്കുന്ന ടീം അല്ലാത്തതുകൊണ്ടാണ്. കാരണം ഇപ്പോ മാഞ്ചസ്റ്റർ സിറ്റി പോലെ അങ്ങനെ ബോൾ വെച്ച് തന്നെ കളിക്കുന്ന ടീമാണെങ്കിൽ നമ്മൾ ഉറപ്പിച്ച് പറയാം 3 ഗോളൊന്നും അവർക്ക് ഉറപ്പായിട്ട് അടിക്കാൻ പറ്റില്ല എന്നുള്ളത്. പക്ഷേ ബയൺ കുറെ ലോങ് ബോൾ കളിക്കുന്ന ടീമാണ്. സോ ബോൾ മിസ് ചെയ്യാനും കൗണ്ടറിൽ തിരിച്ച് ഗോൾ വാങ്ങാനും എല്ലാത്തിനും ചാൻസ് ഉണ്ട്. സോ കുറച്ച് കെയർഫുൾ ആയിട്ട് ഫസ്റ്റ് ഹാഫ് അവർ ഡീൽ ചെയ്തു എങ്കിൽ അഫ്കോഴ്സ് ഇറ്റ്സ് ഓൺ ദെയർ വേ. 3 ഗോൾ ഉണ്ടെങ്കിലും അത്രക്ക് ഈസി ആയിട്ട് കളിക്കാതിരിക്കണം. കാരണം ലെവർക്യൂസനാണ്, അവർക്കും മെന്റാലിറ്റിയും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഗെയിം ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന പ്ലേയേഴ്സ് അവർക്കും ഉള്ളതുകൊണ്ട് ദേ ഷുഡ് ബി കെയർഫുൾ. അത്രക്ക് ഈസി ആയിട്ട് എടുത്ത് സെക്കൻഡ് ലെഗ് പോകാനും പാടില്ല. സോ അതെ, ബയറിന്റെ ഒരു ഹൈലൈൻ ഡിഫൻസ് കളി അത് തന്നെയാണ് അവർക്ക് എപ്പോഴും ഒരു അഡ്വാൻറ്റേജും ആയിട്ടുള്ളത്. പല സമയത്തും അവരെ ബൈറ്റ് ചെയ്തിട്ടുള്ളതും സെയിം കാര്യമാണ്. ഇവര് ഹൈലൈൻ ഡിഫൻസ് എടുക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു കൗണ്ടർ വന്ന ന്യൂ ഇയർ അടക്കം സെൻട്രലായിരിക്കും ഉണ്ടാവുക. അത് അവർക്ക് വലിയ പ്രശ്നമാണ്. ന്യൂ ഇയറിനെ കുറിച്ച് എനിക്ക് തോന്നുന്നു ഇന്നലെ ലീഗിലും ബയൺ തോറ്റു എന്ന് തോന്നുന്നു. അതെ അതെ, ലെവർകൂസനും തോറ്റു. തോറ്റുന്ന സമയത്ത് അവർക്ക് ഒരു പോയിന്റ് ലീഡ് എടുക്കാൻ. സോ ലെവർകൂസനും തോറ്റു വന്നു. അതെ ന്യൂഇയറിനെ കുറിച്ച് പറഞ്ഞപ്പോ ന്യൂ ഇയറിന്റെ 150th അപ്പിയറൻസ് ആയിരുന്നു ചാമ്പ്യൻസ് ലീഗിൽ. സോറി, ആസ് എ ഗോൾ കീപ്പർ 150 കളികൾ ചാമ്പ്യൻസ് ലീഗിൽ കളിക്കുക എന്നുള്ളത് പറയുന്നത് ഒരു ഹ്യൂജ് അച്ചീവ്മെന്റ് ആണ്. സോ വാട്ട് അബൌട്ട് മാനുവൽ ന്യൂഇയർ, ദി ഗോട്ട്? മാനുവൽ ന്യൂഇയറിനെ കുറിച്ച് എന്താ പറയാ, മോസ്റ്റ് ഫേവറേറ്റ് പ്ലെയർ ഇൻ ദാറ്റ് പൊസിഷൻ മാനുവൽ ന്യൂഇയർ തന്നെയാണ്. എന്താ പറയാ, ഇപ്പോഴും അതൊരു ഇൻട്രസ്റ്റിംഗ് പോയിന്റ് ആയിട്ട് പെപ് ഗോർഡിയോള കുറെ ശ്രമിച്ചതാണ് മാനുവൽ ന്യൂയറിനെ കൊണ്ട് മിഡ്ഫീൽഡ് കളിപ്പിക്കണം എന്നുള്ളത്. പക്ഷെ അത് എന്ത് കാരണവും നടന്നില്ല. സോ അത്രയും കഴിവുള്ള ഒരു ഫുട്ബോളറാണ് മാനുവൽ ന്യൂയർ. ഓഫ് കോഴ്സ് വി ആർ ബ്ലെസ്ഡ് ടു ബി ഇൻ ഹിസ് ടൈം, അങ്ങനെ തന്നെ പറയാം. അത്രയും അൺബിലീവബിൾ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുള്ള ഒരു പ്ലെയർ തന്നെയാണ്. സോ 150 ഗെയിംസ് ഇൻ ചാമ്പ്യൻസ് ലീഗ് ഇറ്റ് സെൽഫ്. അഫ്കോഴ്സ് ഇഞ്ചുറി ഇല്ലാതെ കുറെ കാലം ആൾക്ക് വരാൻ പറ്റി. ലാസ്റ്റ് സീസണിൽ കുറെ ഇഞ്ചുറീസും എല്ലാം പറ്റിയോണ്ട് നേരത്തെ എത്തേണ്ട ഒരു മാർക്ക് തന്നെയായിരുന്നു നോയറിന്. സോ ലാസ്റ്റ് സീസൺ ഓൾറെഡി ജർമ്മൻ ടീം. അതെ 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 അതെ, എനിക്ക് തോന്നുന്നു ചാൻസ് ഉണ്ട്, ലാസ്റ്റ് സീസൺ ആവാനും ചാൻസ് ഉണ്ട്. പക്ഷെ പൊസിഷൻ ഗോൾ കീപ്പർ പൊസിഷൻ ആയതുകൊണ്ട് ഹി മൈറ്റ് പ്ലേ വൺ മോർ സീസൺ ഫോർ ബയൺ, ഐ തിങ്ക് സോ. എന്തായിരുന്നു ഒരു ഫേവറേറ്റ് ന്യൂ ഇയർ മൊമെന്റ് എന്തെങ്കിലും ഓർക്കാണ്ടോ? ഫേവറേറ്റ് സേവ് എന്തെങ്കിലും? ഫേവറേറ്റ് സേവ് എന്ന് പറഞ്ഞാൽ കുറെ ഉണ്ട്. പക്ഷെ എനിക്ക് ഫേവറേറ്റ് ന്യൂ ഇയർ മൊമെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2014 വേൾഡ് കപ്പ് തന്നെ ഞാൻ പറയുള്ളൂ. കാരണം ആ 2014 വേൾഡ് കപ്പിലായിരുന്നു നോയർ ഒരു സ്വീപ്പർ കീപ്പർ റോൾ എന്ന് പറയുന്ന ഒരു കാര്യം ചെയ്തുകൊണ്ടിരുന്നത്. 2014 വേൾഡ് കപ്പിൽ ആളെ എപ്പോഴും വന്ന് ബോളിനെ ഡിഫെൻഡ് ചെയ്യലും കയറി വന്ന് ഗോളിലേയും വിട്ട് ഡിഫെൻഡ് ചെയ്യലും. അപ്പോഴൊക്കെ നമ്മള് ഫുട്ബോൾ ഇങ്ങനെ മനസ്സിലാക്കി വരുന്ന ടൈമാണ്. പക്ഷെ അപ്പോഴൊക്കെ നോയർ ഇങ്ങനെ കയറി വരുമ്പോൾ മനസ്സിൽ ഇങ്ങനെ തീയായിരിക്കും, അയ്യോ എന്നെങ്ങാനും മിസ്സാവോ, എന്താ ഗോളി കയറി. അതായിരുന്നു മൈൻഡില്. പക്ഷെ അതൊക്കെ പിന്നീട് കാണുമ്പോ ഭയങ്കര മെസ്മറൈസിങ്. ആൻഡ് ഓൾസോ എന്റെ ഫേവറേറ്റ് ന്യൂ ഇയർ മൊമെന്റ് എന്ന് പറയുകയാണെങ്കിൽ എനിക്ക് ഇപ്പോഴും കണ്ണിൽ ഉള്ളൊരു മൊമെന്റ് എന്തായിരുന്നു വെച്ചാൽ 2012 യൂറോ ഇറ്റലിക്കെതിരെ നമ്മള്
ഫസ്റ്റ് ബാലോട്ടോലി 2 ഗോൾ അടിക്കും. അതെ. അത് കഴിഞ്ഞ് ഒസീൽ ഒരു പെനാൽറ്റി അടിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ലാസ്റ്റ് മിനിറ്റ് കംബാക്ക് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ നോയർ കളിക്കുന്നത് മിഡ്ഫീൽഡ് കറക്റ്റ് ആ സെന്റർ സർക്കിളിനകത്തായിരിക്കും നോയർ കളിക്കുക. അപ്പൊ ഒരു ബോള് അവർ ക്ലിയർ ചെയ്ത് വിടുമ്പോൾ കറക്റ്റ് ന്യൂഇയർക്ക് എത്തും. ന്യൂഇയർ ഒരു സൂപ്പർ ഹെഡർ അവിടുന്ന് വെച്ച് അകത്തേക്ക് തട്ടി കയറ്റും. സോ അതൊക്കെ കാണുമ്പോൾ തന്നെ ഒരു കമോൺ കമോൺ എന്നുള്ളൊരു മൊമെന്റ് തന്നെ ആയിരുന്നു. സോ അതാണ് എന്റെ നോയർ എപ്പോഴും കണ്ണിന്ന് മായാത്ത ഒരു ഇമേജ്, ആ സെന്റർ ഹാഫ് സെന്റർ സർക്കിളിൽ നിന്ന് ബോൾ ഹെഡ് ചെയ്ത് അകത്ത് കടത്തുന്ന ഒരു മൊമെന്റ്. സോ എനിക്ക് ന്യൂയോർക്കിനെ കുറിച്ച് പെട്ടെന്ന് ഓർമ്മ വരുന്ന സേവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചാമ്പ്യൻസ് ലീഗിൽ തന്നെ റിയൽ മാഡ്രിഡ് ആയിട്ടുള്ള കളിയിൽ ആ കളി തോൽക്കും. ബട്ട് എനിക്ക് തോന്നുന്നു റൊണാൾഡോ ഹാട്രിക് എടുത്തു അടിക്കുന്ന കളിയാണെന്ന് തോന്നുന്നത്. റൊണാൾഡോ ഒരു 7-8 യാർഡ്സ് എന്ന് ഒരു ബുള്ളറ്റ് ഷോട്ടം കട്ടിക്കും ബോക്സിന്റെ ഉള്ളിൽ നിന്ന്. ആള് ജസ്റ്റ് കൈ ഇങ്ങനെ നീട്ടി വെച്ചൊരു സേവ് ചെയ്യും. അത് കൈ നീട്ടുന്നത് കൈ ഒടിഞ്ഞു എന്നുള്ള ഒരു തോന്നല് വരും. കൈ ഒടിഞ്ഞു എന്നുള്ള ഒരു തോന്നല് വരും. റിഫ്ലക്സ് അത്രയും പവർ ഷോട്ടിന് അത്രയും ക്ലോസ് ടു പോസ്റ്റിന് ആ ഒരു പവർ ഷോട്ടിന് ക്രിസ്ത്യാനോ റൊണാൾഡോ പോലെ നമുക്കറിയാം റൊണാൾഡോയുടെ സ്ട്രെങ്ത് തന്നെ പവർ ഷോട്ടാണ്. ആ പവർ ഷോട്ട് ചെയ്തെന്ന് എനിക്ക് ഇപ്പോഴും ആലോചിച്ചിട്ട് ഒരു പിടുത്തമില്ല. അത് ഭയങ്കര ഒരു ഇമേജ് തന്നെയാണ്. കാരണം നോക്കുമ്പോൾ നമ്മൾ ആദ്യം നോക്കിയിരുന്നത് ജർമ്മൻ ഗോൾ കീപ്പേഴ്സ് എല്ലാം ഭയങ്കര ടാലന്റഡ് ആണ്. ഒലിവർ കാൻ ആളൊരു കൈണ്ട്. അത് കഴിഞ്ഞിട്ട് വന്നു കഴിഞ്ഞാൽ നോയർ എന്ന് പറയുമ്പോൾ വേൾഡിലെ നോയറിനെ പോലെ ഒരു ഗോൾ കീപ്പർ, ആ ഒരു സ്റ്റൈലിൽ നിൽക്കുന്ന ഗോൾ കീപ്പർ വേറെ ഇല്ല. സോ നമുക്ക് അങ്ങനെ അടുത്ത കളിയിലോട്ട് പോവാം. സോ ബെൻഫിക്ക ബാഴ്സലോണ മാച്ചസ്. ബാഴ്സലോണ തുടക്കത്തിൽ തന്നെ ഒരു റെഡ് കാർഡ് വാങ്ങി ഒരു ബാക്ക് ഫുട്ടിലോട്ട് പോയി. ബട്ട് സ്റ്റിൽ സംഹൗ എങ്ങനെയൊക്കെ അവർക്ക് ഒരു 1-0 ലീഡ് എടുക്കാൻ പറ്റി. ബെൻഫിക്ക ആയിട്ടുള്ള കളി എപ്പോഴും ഒരു എന്താ പറയാ, ബെൻഫിക്ക ആയിട്ട് എപ്പോഴും ഒക്കെ ബാഴ്സലോണ റീസെന്റ് ആയിട്ട് കളിക്കുന്നുണ്ട്. നല്ലൊരു ഗെയിം ബെൻഫിക്ക പുൾ ഔട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലേ. അതെ അതെ അതെ. സോ ബെൻഫിക്ക ആക്ച്വലി അവിടെ പോയിട്ട് ബെൻഫിക്കയുടെ ഗ്രൗണ്ടിൽ പോയിട്ട് ഒരു പോയിന്റ് എടുത്തിട്ട് വരിക, ഒരു ഗെയിം വിൻ ചെയ്തുകൊണ്ട് വരിക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ആൻ ഈസി ടാസ്ക്. പോർച്ചുഗൽ ക്രൗഡ് അത്രയ്ക്ക് അഗ്രസീവ് ക്രൗഡ് തന്നെയാണ്. സോ ദാറ്റ് വാസ് ഓൾസോ എ വെരി ഗുഡ് ഗെയിം. ആൻഡ് അവിടെ പോയി ഒരു മാൻ ഡൗൺ ആയി ഗെയിമിലോട്ട് തിരിച്ചു വരിക എന്ന് പറയുന്നത് സൂപ്പർ തന്നെയായിരുന്നു. നല്ല പെർഫോമൻസ്. ആൻഡ് ഓഫ് കോഴ്സ് ഷെസ്നിയുടെ പെർഫോമൻസ് ആയിരുന്നു അവിടെ ഹൈലൈറ്റ് ചെയ്ത് പറയേണ്ടത്. ഭയങ്കര പോയിന്റ് ബ്ലാങ്ക് സേവ്സ് ആയിരുന്നു എല്ലാം. സോ ദാറ്റ് അവർക്ക് ഭയങ്കര ഇതൊരു കോൺഫിഡൻസ് ബൂസ്റ്റർ തന്നെ ആയിരിക്കും. എനിക്ക് തോന്നുന്നു സെക്കൻഡ് ലെഗ് അവർക്ക് അത്രയ്ക്ക് പ്രശ്നമില്ലാതെ തന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റി. ഈവൻ ദോ ഇതൊരു 1-0 ഡിഫറൻസ് ആണെങ്കിൽ പോലും confidently we can say that Barca can easily get that tie done. കാരണം അവർ 1 മാൻ ഡൗൺ ആയപ്പോൾ തന്നെ അവര് ബാഴ്സലോണ പ്ലേയിങ് സ്റ്റൈൽ ഒരുപാട് മാറി. അവര് വലുതായിട്ട് സ്കോർ ചെയ്യാനൊന്നും ശ്രമിച്ചിരുന്നില്ല. അവര് എങ്ങനെയെങ്കിലും ഒരു 1-0 അല്ലെങ്കിൽ ഡ്രോയിലോട്ട് കളി സെറ്റിൽ ചെയ്ത് കൊണ്ടുപോകുക, ഒരുപാട് കൺസിഡർ ചെയ്യാതെ ഇരിക്കാനുള്ള ഒരു ഗെയിംസ് ആയിരുന്നു ബാഴ്സലോണ സൈഡ്. ഹോം ഗ്രൗണ്ടിൽ കളി വരുന്ന സമയത്ത് അതാവില്ല ബെൻഫിക്കയ്ക്ക് നേരിടേണ്ടി വരിക. സോ ഒരു ഔട്ട് അറ്റാക്ക് ബെൻഫിക്കയ്ക്ക് പ്രതീക്ഷിക്കാം. സോ ബെൻഫിക്കയുടെ ചെറുത്തുനിൽപ്പ് എന്താ പറയാ, വലിയ ടാസ്ക് ആണ് ബെൻഫിക്കയുള്ളത്. അതെ, ബെൻഫിക്ക ഇറ്റ്സ് നോട്ട് ആൻ ഈസി ഗെയിം ഫോർ ബെൻഫിക്ക. ഇറ്റ് വിൽ നോട്ട് ബി ആൻ ഈസി ഗെയിം. ആൻഡ് എനിക്ക് തോന്നുന്നു ഇറ്റ്സ് ഓൾമോസ്റ്റ് ഡൺ തന്നെയാണ്. ആ ഒരു ഗെയിം ഒരു കോൺഫിഡൻസ് ലെവൽ എല്ലാം വെച്ച് നോക്കുമ്പോൾ മൈൻഡ് പറയുന്നത് ഡൺ തന്നെയാണ്. ഈവൻ നമ്മള് ബാർസ ലെവർക്യൂസണിൽ പോലും എനിക്ക് കുറച്ച് ഡൗട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടെങ്കിൽ പോലും ഇതില് ബയൺ ലെവർക്യൂസൺ വേഴ്സസ് മ്യൂണിച്ച് ആ ഒരു ഗെയിം പോലും കുറച്ച് ഡൗട്ട് ഉണ്ടെങ്കിലും ഇതിൽ അത്രയ്ക്ക് ഡൗട്ട് ഒന്നുമില്ല. എനിക്ക് തോന്നുന്നു ബാർസ കയറി വരും തന്നെ അത് ഒന്നിക്കാൻ. സോ നെക്സ്റ്റ് ഗെയിമിലോട്ട് പോവാം. യുവർ ഫേവറേറ്റ് ലിവർപൂൾ വേഴ്സസ് PSG. സോ PSG-യുടെ ഒരു നമ്മള് പ്രതീക്ഷയിലും അപ്പുറത്തുള്ള ഒരു എന്താ പറയാ, ഒരു മെന്റൽ ഗെയിം, അതുപോലെ തന്നെ അവരുടെ ഒരു ഹൈ പ്രഷർ ഫുട്ബോൾ ആയിരുന്നു നമ്മൾ കണ്ടത്. ലിവർപൂൾ എന്താ പറഞ്ഞ നല്ലോണം വിയർത്തു തന്നെ വേണമെങ്കിൽ പറയാം. സോ ലാസ്റ്റ് മിനിറ്റ്സിൽ ആ ഒരു ഗോൾ കൊണ്ട് ജസ്റ്റ് അവേ ആ ഒരു പോയിന്റ് ടേക്ക് അവേ ചെയ്തു എന്നല്ലാതെ ആൾ ആൻഡ് ആൾ PSG ആയിരുന്നു കളിയിലുണ്ടായിരുന്നത്. സോ ഫുട്ബോൾ ഈസ് അറ്റ് ടൈംസ് ഹാർട്ട്ലെസ്, ഫുട്ബോൾ ഈസ് അറ്റ് ടൈംസ് ബ്രൂട്ടൽ എന്നൊക്കെ പറയണ്ടാവും. അതാണ് സംഭവിച്ചതെന്ന് തന്നെ പറയാം. ആൻഡ് ഇതുപോലത്തെ സിറ്റുവേഷൻസ് യൂഷ്വലി, കാരണം ഞാൻ ഇത്രയും കാലം ഫുട്ബോൾ കാണുന്നതിൽ ഇതുപോലുള്ള സിറ്റുവേഷൻസ് യൂഷ്വലി സംഭവിക്കുന്നത് നേരെ തിരിച്ച് ലിവർപൂളിനായിരിക്കും. അവരിങ്ങനെ ബോൾ കൊണ്ടുപോയും ട്രൈ ചെയ്യും, ചാൻസ് എടുക്കും, കേറില്ല. കാരണം ഫോർ എക്സാമ്പിൾ ചാമ്പ്യൻസ് ലീഗ് 2 years ബാക്ക് റിയൽ മാഡ്രിഡ് ആയിട്ടുള്ള ഫൈനലിനെ എടുക്കാം. ആ ചാമ്പ്യൻസ് ലീഗില് ലിവർപൂൾ ആയിരുന്നു പക്ക ഡോമിനേറ്റിംഗ് ആൻഡ് ട്രൈയിങ്.
പക്ഷെ അവർക്ക് കോർട്ടുവാനെ കടന്ന ഒരു ഗോള് അവർക്ക് അടിക്കാൻ പറ്റില്ല. ആൻഡ് തിരിച്ച് ഇങ്ങോട്ട് വിനീഷ്യസിന്റെ ഒരു ലാസ്റ്റ് സെക്കൻഡ് ഹാഫില് ലേറ്റ് ഗോള് ഗെയിമിന് തീർത്ത് തന്നു. ഓഫ്കോഴ്സ് ദാറ്റ് വാസ് എ ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ ആൻഡ് ഇറ്റ് വാസ് റയൽ മാഡ്രിഡ്. ആൻഡ് അതുപോലെയാണ് ലിവർപൂളിന്റെ ഹിസ്റ്ററി എപ്പോഴും നടക്കാറ്. ഇങ്ങനെ ഒരു കുറച്ച് അൺലക്കുള്ള ടീം ആയിരുന്നു. പക്ഷേ ഇപ്രാവശ്യം നേരെ തിരിഞ്ഞു കാര്യങ്ങള്. സ്ലോട്ട് പറഞ്ഞ പോലെ ദ ഹാർഡർ യു വർക്ക് ദ ലാർജർ വിൽ ബി യുവർ ലക്ക്. സോ അതുപോലത്തെ ഒരു കാര്യമാണെന്ന് സംഭവിച്ചത്. അന്ന് ലിവർപൂൾസ് വിക്ടറി ഈസ് കംപ്ലീറ്റ്ലി ഫോർ വൺ മാൻ, അലിസൺ ബെക്കർ. എന്താ പറയാ, ഒന്നും ആളുടെ ലൈഫ് കരിയറിൽ തന്നെ വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഗെയിം തന്നെ പറയാം. ഈ ഒരു ഗെയിം ഓൾമോസ്റ്റ് ഒരു 10 ക്രൂഷ്യൽ സേവ്സ് ആള് കാഴ്ചവെച്ചു. ഒരു മിസ്റ്റേക്ക് പോലും അങ്ങോട്ട് വരുത്തിയില്ല. ആൻഡ് ഓഫ് കോഴ്സ് ഹി വാസ് ദ റീസൺ ഫോർ ദ ഗോൾ. ആ ഗോളിലേക്ക് ഇട്ടുകൊടുത്ത ഫസ്റ്റ് ന്യൂനസിന് ഇട്ടുകൊടുത്ത പാസ് അവിടെ നിന്നായിരുന്നു. ഗോൾ കീപ്പർ എന്നായിരുന്നു ഡയറക്റ്റ് ന്യൂനസിന് കിട്ടിയതും ന്യൂനസ് അസിസ്റ്റ് ചെയ്തതും. ആൻഡ് പി എസ് ജിയുടെ ഗെയിം എന്ന് പറഞ്ഞാണെങ്കിൽ നമുക്ക് സ്റ്റാറ്റ്സ് നോക്കിയാൽ തന്നെ പറയാം. ഓൾമോസ്റ്റ് പാസസിന്റെ എണ്ണം നോക്കിയാൽ ഒരു 650 പാസസോളം പി എസ് ജി കംപ്ലീറ്റ് ചെയ്തിരുന്നു. ലിവർപൂൾ ആപ്പാടെ 250 അടുത്തൊക്കെ ചെയ്തിട്ടുള്ളൂ. മിഡ്ഫീൽഡിൽ കംപ്ലീറ്റ്ലി ദേ ഔട്ട് പ്ലേഡ്. ആൻഡ് സെന്റർ ബാക്സ് അവര് എന്താ പറയാ, ഒരു എയർ ബോൾ പോലും ലിവർപൂളിന് വിൻ ചെയ്യാൻ പറ്റിയില്ല. ഒറ്റൊരെണ്ണം വിൻ ചെയ്തു, അത് ഗോളാക്കുകയും ചെയ്തു ന്യൂനസ്. അവിടെ നിന്ന് ഒരു മാർക്കിന്യൂസിന്റെ ടാക്കിൾസ് എല്ലാം പക്ക ടാക്കിൾസ് തന്നെയായിരുന്നു. കടന്നു പോകാൻ എയർ ബോളിലാണെങ്കിലും ശരി, 1-on-1 ആണെങ്കിലും ശരി, ഒന്നും ചെയ്യാൻ പറ്റിയിരുന്നില്ല ലിവർപൂൾ പ്ലേയേഴ്സിന്. ഫസ്റ്റ് ഹാഫില് ഒട്ടും തന്നെ ഇല്ല. സെക്കൻഡ് ഹാഫിലെങ്കിലും ഒരു കംബാക്ക് ഉണ്ടാവും എന്ന് വിചാരിച്ചു. പക്ഷെ ഇറ്റ് വാസ് ടഫർ. നമ്മൾ അന്ന് ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ഡെംബലെ ആൻഡ് ക്വിച്ച കവറസ്കേലിയ ഒന്നും തൊടാൻ പറ്റില്ല. ക്വിച്ച എവിടെ കളിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പോലും കുറെ ടൈം എടുത്തു. കുറച്ചു നേരം ലെഫ്റ്റ് വിങ്ങിൽ ഉണ്ടായിരുന്നു, പിന്നെ റൈറ്റ് വിങ്ങിലേക്ക് കയറി. ഒന്നും അത്ര എന്താ പറയാ, ഭയങ്കര ഒരു ഫ്ലൂയിഡിക് ഫുട്ബോൾ ആയിരുന്നു അവരുടെ സൈഡിൽ നിന്ന് ഉണ്ടായിരുന്നത്. ബട്ട് യാ, ഇറ്റ്സ് ഫുട്ബോൾ. അറ്റ് ടൈംസ് ഇറ്റ് ഈസ് ബ്രൂട്ടൽ, അറ്റ് ടൈംസ് ഇറ്റ് ഈസ് ഹാർട്ട്ലെസ്. ആൻഡ് ലിവർപൂളിന്റെ ഗെയിം സ്റ്റൈൽ വെച്ച് നോക്കുകയാണെങ്കിൽ അവർ അഫ്കോഴ്സ് ഒരു 1-0 തോൽവി അല്ലെങ്കിൽ 0-0 ഡ്രോ അത് പ്രതീക്ഷിച്ച് തന്നെയായിരുന്നു അവരുടെ കളി എന്ന് തന്നെ പറയാം. ഒരു എക്സ്ട്രീം ഫൈറ്റ് ഒന്നും അവര് പ്രസ്സിങ് തീരെ ഉണ്ടായിരുന്നില്ല. 0 പ്രസ്സിംഗ് ആയിരുന്നു. ലിവർപൂൾ ഒരു ഹൈ പ്രസ്സിംഗ് ടീമാണ്, പക്ഷെ അവർ ആ ഗെയിമിൽ പ്രസ് ചെയ്തേ ഇല്ല. ലാസ്റ്റ് വരയ്ക്കും ഒരു ഞാൻ സെക്കൻഡ് ഹാഫിലെങ്കിലും അത് മാറുമെന്ന് വിചാരിച്ചു. പ്രസ്സിങ് തീരെ ഉണ്ടായിരുന്നില്ല. അവര് സിറ്റ് ബാക്ക് ചെയ്ത് കളി ഡിഫെൻഡ് ചെയ്ത് ഓർഗനൈസ് ചെയ്ത് കൊണ്ടുപോകണം തന്നെയായിരുന്നു അവരുടെ എയിം. സോ അവരത് ചെയ്യാൻ പറ്റി. കാരണം സാധാരണ അങ്ങനെ കളിക്കുന്ന ടീമല്ല. പെട്ടെന്ന് ഇങ്ങനെ ഒഫൻസീവായി കളിക്കുന്ന ടീം ഡിഫെൻസീവായിട്ട് ചേഞ്ച് ആകുമ്പോൾ അതിന്റെ ഡ്രോബാക്സ് ഒക്കെ കാണാൻ, മിസ്റ്റേക്സ് ഒക്കെ എവിഡന്റ് കാണേണ്ടതാണ്. പക്ഷെ ഡിഫെൻസീവ് ലൈനിൽ അത് കണ്ടില്ല. അത് പ്രോപ്പർ ആയിട്ട് തന്നെ കൊണ്ടുപോകാൻ പറ്റി. വിങ്ങേഴ്സ് റോബർട്ട്സൺ ആൻഡ് അർണോൾഡ് ആണെങ്കിൽ പോലും they were able to stop the players properly, and Van Dijk Alisson coordination was best. അവർ രണ്ടുപേരും തമ്മിൽ നല്ല കമ്മ്യൂണിക്കേഷനും പ്രോപ്പർ കോർഡിനേഷനും ഉള്ളതുകൊണ്ട് കുറെ കാര്യങ്ങൾ കുറെ ഡേഞ്ചറസ് സിറ്റുവേഷൻസ് അവർക്ക് ഒഴിവാക്കി എടുക്കാൻ പറ്റി. ആൻഡ് ഓഫ് കോഴ്സ് അലിസണിന്റെ ഒരു ലൈഫ് ടൈമിലെ ഒരു വൺ ഓഫ് ദി ഇമ്പോർട്ടന്റ് മാച്ച് ആയിട്ട് തന്നെ ഇതിരിക്കും. ഇഫ് ഇൻ കേസ് ലിവർപൂൾ ആർ ഗോയിങ് ടു പ്രോഗ്രസ് ഫോർ ദ സെക്കൻഡ് റൗണ്ട്, നെക്സ്റ്റ് റൗണ്ട്, ഇറ്റ് ഇസ് ഓൺലി ബിക്കോസ് ഓഫ് വൺ മാൻ, അലിസൺ ബെക്കർ. പറഞ്ഞ പോലെ ഇനി അടുത്ത ആൻഫീൽഡിൽ പോയിട്ട് അവർക്കൊരു പി എസ് ജിക്ക് ഒരു 2 ഗോൾ വിക്ടറി എടുക്കുക എന്നുള്ളതെല്ലാം എന്താ പറയാ വലിയ ടാസ്ക് ആണ്. സോ ഫുട്ബോൾ ആണ്, എന്ത് വേണമെങ്കിൽ സംഭവിക്കാം. ബട്ട് പി എസ് ജി വലിയ ടാസ്ക് ആണ്. പക്ഷെ ബട്ട് ഇറ്റ് ഈസ് നോട്ട് ആൻ ഇമ്പോസിബിൾ ടാസ്ക് ഫോർ ടീം ലൈക്ക് പി എസ് ജി. സോ അത് ഉറപ്പിച്ച് തന്നെ പറയാം. ലിവർപൂളിന് ഹോമാണ്, 1 ഗോൾ അഡ്വാൻറ്റേജ് ഉണ്ട് എന്നുള്ളത് വലിയൊരു കാര്യമല്ല. ദേ ഹാവ് ടു പുട്ട് ഓൾ ദ ഗ്യാസ് ഓൺ ദ പെഡൽ. സോ അത് ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് ജയിക്കാൻ പറ്റുള്ളൂ. അതും ഫസ്റ്റ് ഹാഫ് എനിക്ക് തോന്നുന്നു ഈ ഗെയിമിനെ സംബന്ധിച്ചോളം ഫസ്റ്റ് ഹാഫ്, സെക്കൻഡ് ഹാഫ്, ടിൽ 90 മിനിറ്റ്സ് ഇറ്റ് വിൽ ബി വെരി ക്രൂഷ്യൽ ഫോർ ലിവർപൂൾ. ഭയങ്കര കെയർഫുൾ ആയിരിക്കണം. പറ്റുമെങ്കിൽ സ്കോർ ചെയ്യണം. സ്കോർ ചെയ്യാതിരിക്കുന്നത് ലിവർപൂളിന് ഡേഞ്ചർ തന്നെ ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്. ബിക്കോസ് അത്രയ്ക്കും അറ്റാക്കിംഗ് സ്ട്രെങ്ത് ഉള്ള ഒരു ടീമും കോർഡിനേഷൻ ഉള്ള ടീമാണ് പി എസ് ജി. So Liverpool should score early. Liverpool should maintain their possession and passes. And ഒരു വിശ്വാസം എന്നുള്ളത് ആൻഫീൽഡ് തന്നെയാണ്. ആൻഫീൽഡ് ക്രൗഡ് അത്രയ്ക്ക് ഈസി ആക്കില്ല പി എസ് ജിക്ക്.
അവർ തന്നെ ആയിരിക്കും ഒരു മേജർ ഡിഫറൻസ് ടു ലുക്ക് ഫോർവേഡ്. ആൻഡ് അതൊരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് മാച്ച് തന്നെയായിരിക്കും സെക്കൻഡ് ടൈല് നോക്കാൻ. സോ ന്യൂൻസിനെ കുറിച്ച് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ന്യൂൻസ് ഈ തുടക്കത്തിൽ ഒരുപാട് വിമർശനങ്ങളും ക്രിറ്റിസൈസസും അതിന്റെ ട്രോൾസ് എല്ലാം ഏറ്റുവാങ്ങിയ ഒരു പ്ലെയറാണ്. ബട്ട് ഇപ്പോൾ കളിക്കുന്ന ഒരു ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ആൾക്കാരെ കൊണ്ട് തിരുത്തി പറയിപ്പിക്കുന്ന ഒരു ഫുട്ബോൾ കാഴ്ചവെച്ചിരിക്കുന്നു. അതെ, ന്യൂനസിനെ കുറിച്ച് ആക്ച്വലി പറയുകയാണെങ്കിൽ ന്യൂനസിന്റെ വീഡിയോസ് നമ്മൾ നെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ന്യൂനസിന്റെ ഒരു ഓപ്പൺ ചാൻസ് മിസ്സസ് 1000-2000 എണ്ണം കാണാൻ പറ്റും. പക്ഷേ ന്യൂനസ് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ ഫുട്ബോളിൽ കുറച്ച് മാത്രം ബാക്കി വരുന്ന നമ്പർ 9 പൊസിഷൻ പ്ലെയേഴ്സിൽ ഒരു ഇമ്പോർട്ടന്റ് പ്ലെയർ തന്നെയാണ് ഡാർവിൻ ന്യൂനസ്. വളരെ കുറച്ച് പ്ലെയേഴ്സ് മാത്രമേ ഇപ്പോൾ നമ്പർ 9 ആയിട്ട് കളിച്ചു വരുന്നുള്ളൂ. പറഞ്ഞു വരികയാണെങ്കിൽ ലെവൻഡോസ്കി, ഹാരി കെയ്ൻ, ഡാർവിൻ ന്യൂനസ്, എർലിംഗ് ഹാലൻഡ്. അപ്പൊ അങ്ങനെ പണ്ട് എന്താ പറയാ 2010 മുന്നേ ഉണ്ടായിരുന്ന ഒരു ഭയങ്കര ഒരു ഇമ്പോർട്ടന്റ് പൊസിഷൻ, കുറെ പ്ലേയേഴ്സ് അവിടെ കളിച്ചിരുന്ന പൊസിഷൻ. പക്ഷെ ഇപ്പോഴത്തെ മോഡേൺ ഫുട്ബോൾ, മോഡേൺ ടാക്ടിക്സിൽ ആ ഒരു പൊസിഷൻ നമ്പർ 10, നമ്പർ 9 പൊസിഷൻസ് ഒന്നും അത്രയ്ക്ക് എവിഡന്റ് ആയിട്ട് ഇല്ല. പക്ഷെ ഇപ്പോഴും ആ ഒരു ബ്രീഡായിട്ട് നിൽക്കുന്ന കുറച്ച് പ്ലെയേഴ്സിൽ ആ ഒരു സ്ട്രൈക്കർ ഇൻസ്റ്റിങ്ക്ട് എന്നൊക്കെ പറയുന്ന ഒരു ക്വാളിറ്റീസ് ഉള്ള ഒരു പ്ലെയർ തന്നെയാണ് ഡാർവിൻ ന്യൂനസ്. അതായത് ലിവർപൂൾ മാച്ചസ് എല്ലാം കംപ്ലീറ്റ്ലി കാണുന്നവർക്ക് അത് ക്ലിയർ ആയിട്ട് തന്നെ അറിയാം. അവരാരും ഡാർവിൻ ന്യൂനസിനെ വിട്ടു പറയില്ല. കാരണം ഡാർവിൻ ന്യൂനസ് ക്രിയേറ്റ് ചെയ്യുന്ന ചാൻസസ്, ഡാർവിൻ ന്യൂനസ് എങ്ങനെ ഡിഫെൻസീവ്ലി സപ്പോർട്ട് ചെയ്യുന്നു ആൻഡ് എത്രത്തോളം പൊസിഷണൽ അവയർനെസ് ഉള്ള പ്ലെയർ ആണെന്നുള്ളത് ലിവർപൂളിന്റെ മാച്ചസ് കാണുന്നവർക്ക് അത് കറക്റ്റ് ആയിട്ട് അറിയാം. പക്ഷെ ഡാർവിൻ ന്യൂനസിന്റെ തിരിച്ചടി എന്താണെന്ന് വെച്ചാൽ ഭയങ്കര ഇമ്പോർട്ടന്റ് മാച്ചസിലൊക്കെ ഓപ്പൺ പോസ്റ്റ് അകത്ത് കയറ്റേണ്ട ബോളുകള് ന്യൂനസ് മിസ് ചെയ്യാറുണ്ട്. അഫ്കോഴ്സ് അത് ആ ഒരു കാര്യം ന്യൂനസ് കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഹി വിൽ ബി വൺ ഓഫ് ദി പ്ലെയർ ടു ബിലോങ് ടു ദാറ്റ് എലൈറ്റ് ക്ലാസ്. ലൈക്ക് ഹാരി കെയ്ൻ, എർലിംഗ് ഹാലൻഡ്, ആ ലെവലിൽ വരേണ്ട പ്ലെയർ, ആ ഒരു പൊട്ടൻഷ്യൽ ഉള്ള പ്ലെയർ തന്നെയാണ്. ഹോപ്പ് ഹി വിൽ ഗെറ്റ് ബാക്ക് ടു ഹിസ് മെന്റാലിറ്റി ആൻഡ് ഹി വിൽ പ്ലേ ഹിസ് ബ്യൂട്ടിഫുൾ ഗെയിം. ആൻഡ് ബിഗ് ക്രെഡിറ്റ് ടു ന്യൂനസ്. ന്യൂനസ് മാത്രമാണ് PSG എതിരായിട്ടുള്ള ഒരു എയർ ബോൾ ആ സെന്റർ ബാക്കുമായിട്ട് വിൻ ചെയ്തത്. ആ വിന്നിങ്ങിലൂടെ തന്നെയാണ് ഗോൾ ഉണ്ടായത്. ഫസ്റ്റ് ഹാഫിൽ വേറെ ഒരു മൂവ്മെന്റും എവിടെ ഉണ്ടായിരുന്നില്ല. ആൻഡ് ആ ഒരു ക്രെഡിറ്റ് ന്യൂനസിന് കൊടുത്തേ പറ്റൂ. ബിഗ് മാച്ച് പെർഫോമർ ആണ്. സോ ദാറ്റ്സ് ഇറ്റ്. നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ലെഗ് കളി നടത്തുന്നത്. സോ സെക്കൻഡ് ലെഗ് ഇതിനേക്കാളും കുറച്ചുകൂടി എന്തെങ്കിലും ബെറ്റർ മാച്ചസ് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം സെക്കൻഡ് മാച്ചസ് വരുമ്പോൾ നോക്കൗട്ട് ആണ്. തോറ്റു നിൽക്കുന്ന ടീമിന് ഫ്രണ്ടിലോട്ട് വരാനുള്ള ചാൻസ് ആണ്. സോ ആരൊക്കെ പുറത്തു പോകും, ആരൊക്കെ ക്വാളിഫൈ എന്നുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമായ ചിത്രം നമുക്ക് സെക്കൻഡ് ലെഗിൽ മനസ്സിലാവും. സോ നമുക്ക് സെക്കൻഡ് ലെഗിന് ശേഷം നമുക്ക് ഉടനെ കാണാം വ്യൂവേഴ്സ്. സോ താങ്ക് യു ഫോർ ജോയിനിങ് ഹരീഷ്. ഹരീഷ് പറയണോ? ഓഫ്കോഴ്സ് സെക്കൻഡ് ലെഗ് കാരണം വളരെ പ്രതീക്ഷയോടെ കാണുന്നു. കാരണം 2-3 മാച്ചസ് അല്ലാതെ ബാക്കി എല്ലാ മാച്ചസും സ്റ്റിൽ ഫ്രഷ് ആണ്. സ്റ്റിൽ രണ്ട് സൈഡും പോകാൻ ചാൻസ് ഉള്ള എല്ലാ മാച്ചസും ഉണ്ട്. വളരെ ഇൻട്രസ്റ്റിംഗ് തന്നെ ആയിരിക്കും. സോ വി ആർ ഈഗർലി വെയിറ്റിംഗ് ഫോർ ദ സെക്കൻഡ് ലെഗ്. So winding up, that's it for today. So thank you Harish, thank you for joining. Thank you. Bye.